ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. അതാ നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും വിഴിഞ്ഞത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് STS ക്രെയിൻ വളരെ വ്യക്തമായിട്ട് കാണാവുന്ന വിധത്തിൽ തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം. അതുമാത്രമല്ല, നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ചില പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ വ്യൂവിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കേണ്ട ഒരു വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്ക് മുന്നിൽ കേരള സർക്കാരിൻ്റെ എംബ്ലത്തോട് കൂടിയൊരു ബോർഡ് കാണാൻ സാധിക്കുന്നു. അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അതിൻ്റെ തുറമുഖ വകുപ്പ് കേരള 500 ടൺ ബലാത്പുൾ പരിശോധന സംവിധാനം വിഴിഞ്ഞം എന്നൊരു ബോർഡ് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ചുറ്റും താഴെയായിട്ട് നമുക്ക് ബൗണ്ടറികളോട് ചേർന്ന് ഒരു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിൻ മീൻസ് നമുക്കിത് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഈ നമ്മളെ റോപ്പ് വലിച്ചു കെട്ടാൻ പറ്റുന്ന രീതിയിലൊരു പിന്നാണ്. അത് പൂർണ്ണമായിട്ടും അയൺ റോഡ് കൊണ്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് നമുക്ക് റോപ്പ് വ്യക്തമായിട്ട് കെട്ടിയാൽ ജെർക്കി ചെയ്ത് പോകാത്ത രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ ബേസ്മെൻറ്റ് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ബേസ്മെൻറ്റ്. നല്ല ഈ നമ്മളെ കടലിൻ്റെ സൈഡിൽ തന്നെ ഒത്തിരി പാറകളുള്ളതാണ്. ഈ പാറകളുടെ മുകളിൽ നിന്നും വളരെ പെർഫെക്റ്റായിട്ടും വളരെ വളരെ ശക്തിയുണ്ട് ഇതിന്. കാരണം അങ്ങനെ പറയാൻ കാരണം, ഈ പാറയിൽ നിന്നാണ് ഇത് കെട്ടിക്കയറിയിട്ടുള്ളത്. ഇത്രയും 500 ടൺ വരെ കപ്പാസിറ്റിയുള്ള ഒരു പിന്നാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ബലാത്പുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷിപ്പുകൾ പോർട്ടിൻ്റെ വെളിയിൽ വന്നിട്ട് നമ്മുടെ ടക്ക് ബോട്ടുകളാണല്ലോ നമ്മുടെ ഷിപ്പിനെ പോർട്ടിനകത്തോട്ട് കയറ്റുന്നത്. അത് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ 2-3 ഷിപ്പ് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മളെ മുന്നിലൊരു ടെക്ക് ബോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ടെക്ക് ബോട്ടുണ്ട്. ഇതുപോലുള്ള ടെക്ക് ബോട്ടുകളുടെ ഷിപ്പ് വരുന്നതിന് മുന്നേ അതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന പിന്നുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന പിന്നുകളിൽ റോപ്പ് കെട്ടിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി ഒന്ന് നല്ലപോലെ ടൈ ചെയ്ത് വലിക്കുമ്പോഴത്തേക്കും ആ പറയുന്ന ടക്ക് ബോട്ടുകളുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സംവിധാനം വരുന്നത്. ഞാൻ ഈ 2 സൈഡിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ എല്ലാം നല്ല വലിയ റോക്കുകളാണ്. ഈ റോക്കിൻ്റെ മുകളിൽ നിന്നാണ് ബേസ്മെൻറ്റ് കെട്ടിക്കയറിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിരിക്കും, നല്ല ബലമായിരിക്കും. ഇതാണ് നമുക്ക് ഇവിടെ ഈ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, അത് മാത്രമല്ല, ഇവിടെ നമ്മളപ്പുറത്ത് മാതാവിൻ്റെ പള്ളി കണ്ടുപോലെ ഇവിടെ ഒരു മനോഹരമായ ഇത് മുസ്ലിം പള്ളിയുണ്ട്, ജുമാ മസ്ജിദുണ്ട്. ഞാനത് കാണിച്ചു തരാം. നല്ല വൈറ്റ് കളറും ഗോൾഡൻ കളറും അടങ്ങിയിട്ടുള്ള ആ മകുടമൊക്കെ ഗോൾഡൻ കളറാണ്. കാണാൻ നല്ല മനോഹരമാണ്. വളരെ കൂടുതൽ തീർത്ഥാടകരുള്ള പള്ളിയാണ് നമ്മുടെ വിഴിഞ്ഞം പള്ളി. കണ്ടോ, വളരെ മനോഹരമാണ് ഈ സംഭവം. നമ്മുടെ നേരത്തെ കണ്ട മാതാവിൻ്റെ പള്ളി പോലെ നല്ല മനോഹരമാണ് ഇതിൻ്റെ അടുത്തുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പോർട്ട് ഓഫ് ബിൽഡിങ്ങിൻ്റെ അകത്താണുള്ളത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു. PO ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് കാൻറ്റിലിവർ റൈൻമൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01 ഉൾപ്പെടെയുള്ള ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഉൾപ്പെടെ നമ്മൾ നിർത്തിയിരിക്കുന്ന ഇവിടെ കാണാൻ സാധിക്കുന്നു. നമുക്ക് ഇവിടെ നിന്നും ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉള്ളത്. അതിൻ്റെ അടുത്തൊരു ടക്ക് ബോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ക്രെയിനുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു. ഷെൻഫുവ 15 പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളെല്ലാം നേരെയായി നമുക്ക് എവിടെ നിന്നും കാണാൻ പറ്റുന്ന വിധത്തിൽ നിൽപ്പുണ്ട്. നമ്മൾ വളരെ ദൂരം എന്നുള്ള വ്യൂ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു. ഇത് പോർട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യൂവും പോർട്ടിനകത്തുള്ള വ്യൂവുമാണിത്. പിന്നെ നമ്മൾ പതുപോലെ പറഞ്ഞതുപോലെ നമ്മുടെ 20 ഫീറ്റും 40 ഫീറ്റുമുള്ള കണ്ടെയ്നർ ഈ നമ്മുടെ ക്രെയിനിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി നിരയായി നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഈ ബെർത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചെമ്മൺ ഉൾപ്പെടെയുള്ള മണലിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. കാരണം ചെമ്മൺ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ആദ്യം നമുക്ക് ട്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് കടലിൻ്റെ ഒരു തട്ട്, അതായത് കടലിൻ്റെ അല്ല, നമ്മൾ ഈ പോർട്ടിൻ്റെ ഒരു ഭാഗം നികത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെമ്മണ്ണും കരിങ്കല്ലും ഉപയോഗിച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ ഈ മണൽ ഉപയോഗിച്ച് അത് ലെവൽ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിരിക്കും കോൺക്രീറ്റ് വരുന്നത്. ഇങ്ങനെ 2-3 ലെയേഴ്സായിട്ടാണ് നമ്മളെ പോർട്ട് അല്ലെങ്കിൽ ബെർത്തിൻ്റെ സൈഡും യാർഡിൻ്റെ സൈഡും ക്ലിയർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കുഴിയോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ചെമ്മണ്ണ് അവിടെ കൊണ്ടിട്ട് റീഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ കോൺക്രീറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരു ടക്ക് ബോട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതാണ് നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള വ്യൂ. പോർട്ടിനകത്തും PO ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമുക്കടുത്ത് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിൽ പോകുമ്പോഴും ബെർത്തിൻ്റെ അപ്ഡേഷനിൽ പോകുമ്പോഴാണ് മാറ്റങ്ങളുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഒരു 3 STS ക്രെയിൻ വന്നപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു പോർട്ടിൻ്റെ
എവിടെ നോക്കിയാലും പോർട്ട് എന്ന് വ്യക്തമായി കാണുന്ന വിധത്തിലാണ് STS ക്രെയിൻ്റെ തല ഉയർന്നു നിൽക്കുന്നത്. അല്ലെങ്കിൽ ബൂം കടലിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ പോർട്ടിൻ്റെ ആകാശം. ഇനി നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകാം. PO ബിൽഡിംഗ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പോർട്ടിനകത്തുള്ള വിഷ്വൽസ് കാണുന്നതിന് അടുത്തൊരു വ്യൂയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കാൻറ്റിലിവർ റെയിൽവേയുടെ ഗ്രാൻഡ് ഗ്രൻ E02 നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ തരംതിരിച്ചിരിക്കുന്നതും വ്യക്തമായിട്ട് ഇവിടെ കൂട്ടിയിരുന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ അടുത്തൊരു നല്ല വ്യൂ ഉണ്ട് ഇതിന് പോകാൻ വേണ്ടി. ഈ ബെർത്തിൻ്റെ വ്യൂയിലേക്ക് നമുക്ക് പോകാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ വ്യൂവിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ബങ്കേഴ്സ്, ഇലക്ട്രിക്കൽ ബങ്കേഴ്സ് ഇവിടെ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ക്രെയിനിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 40 ഫീറ്റും 20 ഫീറ്റുമായ കണ്ടെയ്നർ ധാരാളം കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ബെർത്തിൻ്റെ സൈഡ് പോർഷനിലെ വർക്കുകളൊക്കെ അറിയാൻ സാധിക്കും. ഉണ്ടോ, ട്രെഡ്ജ് ചെയ്ത മണൽ അവിടെ ആയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നതും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറികളിലായിട്ട് സ്റ്റോണും മണലുമായിട്ട് ലോറികൾ പാസ് ചെയ്ത് പോകുന്നതും ഇവിടെ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിൽ പോയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പോർട്ടിനകത്തുള്ള അല്ലെങ്കിൽ ട്രെഡ്ജ് ചെയ്ത മണലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. ആ വ്യൂവിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ വ്യൂ നിന്ന് കാണാൻ സാധിക്കുന്നത് നമ്മൾ ട്രെഡ്ജിങ്ങിൻ്റെ മെഷീൻസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കണ്ടോ, ട്രെഡ്ജിങ് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ട്രെഡ്ജ് ചെയ്ത മണൽ കൂട്ടിയിട്ടിരിക്കുന്നതും കാണാൻ സാധിക്കും. തൊട്ട് താഴെ 2-3 എക്സ്കവേറ്ററും ഉണ്ട്. ഇവിടെയും ഇതേ വർക്കുകൾ നടക്കുന്നുണ്ടോ, കൂട്ടിയിട്ട മണലുകളായിട്ട് ട്രെഡ്ജിങ്ങിൻ്റെ എൻഡ് അതായത് ട്രെഡ്ജിങ്ങിൻ്റെ എൻഡ് ഡംപിങ് ഇവിടെയാണുള്ളത്. നമ്മൾ നേരത്തെ ഇന്നലെ കഴിഞ്ഞ വ്യൂവിൽ കണ്ടതുപോലെ ആ പോർഷനിലാണുള്ളത്. അതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. സ്ഥിരം കാണുന്ന നമ്മളെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും ഇതിൻ്റെ വ്യൂ. പിന്നെ നമുക്ക് ഏറ്റവും ബാക്കിലായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് കാൻറ്റിലിവർ റെയിൽ മോട്ടോർ ഗ്രാൻഡ് ഗ്രൻ E04 നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ബെർത്തിൻ്റെ സൈഡിലെ വർക്കുകളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നതായിട്ട് ഇവിടെ നിന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഉണ്ടോ, ഈ പോർഷൻ അതാ നടക്കുന്നുണ്ട് വർക്കുകളെല്ലാം. അവിടെ ലോറികളിലായിട്ട് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്, ലെവൽ ചെയ്യുന്നുണ്ട്. ബെർത്ത് പോർഷനെല്ലാം ലെവൽ ചെയ്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല അതിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് പൊസിഷൻ ബാർജ് കാണാൻ സാധിക്കും, ഫ്ലഡ് ബാർജും ഉണ്ട്. ഇതാണ് ഈ പോർഷനിൽ നടക്കുന്ന വർക്കുകൾ. ഇവിടെയാണ് ബെർത്തിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് പൊക്കി വെക്കാൻ വേണ്ടിയുള്ള ക്രെയിനുകളാണ് ഇവിടെയുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുവന്ന സ്ലാബുകളെല്ലാം വെക്കുന്നതിനുള്ള ക്രെയിനുകളാണ് ഇവിടെയുള്ള ക്രെയിനുകളും പിന്നെ കോൺക്രീറ്റ് വർക്കുകളും ബെർത്തിൻ്റെ പോർഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ അറിയാൻ സാധിക്കും. പിന്നെ ബെർത്തിൻ്റെ പോർഷനിലെ വർക്കുകളെല്ലാം വളരെ വേഗത്തിൽ ഒരിടത്തും ഒരു ലാഗുമില്ല, വളരെ സ്പീഡിലാണ് വർക്കുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻഡ് ഓൺ ഡംപിങ്ങിനോടെ ലോറികൾ ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെ നിന്ന് പോകുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ബ്രേക്ക് വാട്ടർ ഫുള്ളൊരു അപ്ഡേഷൻ ഉള്ളത് കൊണ്ടാണ് അത് എടുക്കാത്ത. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മളെ ബെർത്തിൻ്റെ സ്റ്റാറ്റസ്. ഇനി നമുക്ക് തൊട്ട് താഴെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഈ ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അത് ക്രെയിൻസ് ഉപയോഗിച്ച് ലോറികൾ ലോഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യൂവിലാണ് നമ്മളുള്ളത്. കണ്ടോ, ലോറികളായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. ലോറികൾ വെയിറ്റ് ചെയ്ത് ഇവിടെ കുറേ അന്ന് ഞാൻ പറഞ്ഞതുപോലെ കുറേ ഈ സ്ലാബുകളെല്ലാം ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഭാഗത്തെല്ലാം ഈ സ്ലാബുകളെല്ലാം നേരത്തെ ചെയ്ത് തന്നെ ധാരാളമായി വെച്ചിട്ടുണ്ട്. ആ സ്ലാബുകളാണ് ലോറികളിലായിട്ട് കയറ്റുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിന്നെ വേറെ കുറച്ച് സ്ഥലത്ത് നിന്ന് സ്ലാബ് ചെയ്തും ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോഡിങ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വശത്ത് കാണുന്നതിന്. നമുക്ക് അടുത്തൊരു വശത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ പോർട്ടിൻ്റെ അകവശത്തുള്ളൊരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ മുന്നേ കണ്ട ഈ ലോറികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പണ്ടത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ വളരെ വലിയ കുഴിയായിരുന്നു. ഇത് ചെമ്മണ്ണും ഈ പറയുന്ന ഈ പാറക്കോറയുടെ വേസ്റ്റ് ഉപയോഗിച്ചാണ് നികത്തിയെടുത്ത് വളരെ സെറ്റപ്പ് ആക്കിയെടുത്തിട്ടുണ്ടോ. വളരെ സെറ്റപ്പ്, ലോറികൾക്ക് നല്ലപോലെ കടന്നു പോകാൻ പറ്റുന്നുള്ള ഒരു പോർട്ടിൻ്റെ ഭാഗമായിട്ടെടുത്ത് ഇതുപോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ നികത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ പറയുന്ന യാർഡിലാകട്ടെ ബങ്കറുകളെല്ലാം വെച്ച് കംപ്ലീറ്റ് ചെയ്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഷെൻഹുവ 50 എന്ന സ്ഥലത്ത് ഒരു ലോറി നിർത്തിയിട്ടുണ്ട്. അത് ബെർത്തിൻ്റെ മുകളിലാണ് ലോറി നിർത്തിക്കണ്ടോ. ഇത് ഒരു ലോറി നിർത്തിയിരിക്കുന്നു. ബെർത്തിൻ്റെ വശത്തെല്ലാം നല്ല കോൺക്രീറ്റ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കത് കാണാൻ സാധിക്കും. ഉണ്ടോ,
വളരെ നീറ്റായിട്ടാണ് അവിടെ വർക്കുകളെല്ലാം, അവിടെ എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് വളരെ നീറ്റാണ്. ഇപ്പോൾ ഷെൻഫോ 15 പോയിട്ടേ ഉള്ളൂ. അതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് വൃത്തിയായിട്ടിരിക്കുന്ന, അതായത് വളരെ ഭംഗിയായിരിക്കുന്ന വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാം ഒരു ക്രമത്തിൽ, അതായത് കറക്റ്റായിട്ടൊരു ക്രമത്തിലേക്ക് പോർട്ടിൻ്റെ വർക്കുകളെല്ലാം വന്നതായിട്ടും നമുക്ക് ഈ വ്യൂവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഇത് നമ്മുടെ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത മെയിൻ ഒരു അപ്ഡേഷനിലേക്ക് പോകുന്നു. പോർട്ടിൻ്റെ ഏറ്റവും വലിയ വർക്കുമായ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ വ്യൂയിലേക്കും നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചാണ് അറിയേണ്ടത്. നമുക്കിനി അടുത്ത് ആ വ്യൂയിലേക്ക് പോകാം. നമുക്ക് ഈ വശത്ത് നോക്കിയാൽ നമ്മളെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ കൊണ്ടുപോകുന്ന ലോറികൾ നിരയായിട്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള വലിയ സ്റ്റോണുകൾ തരംതിരിച്ച് ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ സ്റ്റോണുകൾ, അതായത് ഈ വലിയ സ്റ്റോണുകൾ നമ്മൾ ഈ കാണുന്ന ബാർജിലേക്ക് കയറ്റിക്കൊണ്ട് പോകാനാണ്, എൻഡ് ഓൺ ഡംപിങ്ങിലേക്ക്. പിന്നെ നമ്മൾ ഈ ലോറിയും ബാർജും എൻഡ് ഓൺ ഡംപിങ്ങിനായിട്ട് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മളുള്ളത്. ബ്രേക്ക് വാട്ടറിൻ്റെ ഡീറ്റെയിൽ വ്യൂയിലേക്ക് പോകാം. അതുമാത്രമല്ല, നമുക്കിവിടെ വന്ന പോർട്ടിൻ്റെ ചില കാഴ്ചകൾ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. നമ്മളെ പ്രൈം മൂവേഴ്സ് നിരത്തി ഒരു 10 എണ്ണം ഇട്ടിട്ടുണ്ട്, അതും കാണാൻ സാധിക്കും. പിന്നെ പോർട്ടിൻ്റെ അത്യാവശ്യം കുറച്ച് ഭാഗങ്ങൾ, PO ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വശമുള്ള ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ലോറികൾ നിരയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ കോൺക്രീറ്റ് വശത്തേക്കാണ് കണ്ട, ഇവിടെ കൂടി കയറി 2 വശത്തേക്ക് റോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ റോഡ് നേരെ ഇവിടെ നിന്ന് പോയിട്ട് നേരെ പോകുന്നത് നമ്മളെ എൻഡ് ഓൺ ഡംപിങ്ങിനും, ഈ വലത്തോട്ട് കയറി പോകുന്നത് നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്പ്ലിറ്റ് ബാർജ് പോകുന്നുണ്ട്. സ്പ്ലിറ്റ് ബാർജിൽ സ്റ്റോൺ നിറയ്ക്കാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പൊടി കാരണമാണ് സ്പ്ലിറ്റ് ബാർജ് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക. നമുക്ക് വേറൊരു വ്യൂയിലേക്ക് പോകാം. ഉണ്ടോ, സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര ലോറികളാണ് ഡേ നൈറ്റ് പണി ചെയ്യുന്നത്, വളരെ ഫാസ്റ്റായിട്ടാണ് പണി നടക്കുന്നത്. വേറൊരിടത്തും ലാഗ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്കടുത്ത് ബ്രേക്ക് വാട്ടറിൻ്റെ ഫുള്ളൊരു വ്യൂയിലേക്ക് പോകാം. ഇപ്പോഴും വളരെ കൗതുകത്തോടെ പറയാനുള്ള നാച്ചുറൽ സ്റ്റോണിൻ്റെ മലയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം തന്നെ എൻ്റെ സ്റ്റോണുകളെല്ലാം കുറഞ്ഞിരിക്കുന്നു. അതായത് മലയെന്നൊരു വാക്ക് ഇനി ഇവിടെ പറയാൻ പറ്റില്ല, അത്തരത്തിന് സ്റ്റോണ് കുറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫ്രണ്ട് വശവും, അതായത് ഏറ്റവും ടോപ്പ് വശവും അതിൻ്റെ താഴത്തെ വശത്തും, അതായത് താഴത്തെ വശത്ത് വലിയ സ്റ്റോണുകളും ഏറ്റവും മുകളിലെ വശത്ത് ചെറിയ സ്റ്റോണുകളും കാണാൻ സാധിക്കുന്നു നമുക്കിവിടെ നിന്ന്. അതായത് കല്ലുകൾ തരംതിരിച്ചിരിക്കുന്നു, 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും, മുകളിലും താഴെയായിട്ട്. പിന്നെ നമുക്ക് ഈ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വ്യൂ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ കണ്ടുണ്ട്. ഇവിടം വരെ നമ്മൾ ലോറികൾ നിരന്നിരിക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. ഇവിടെ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഇവിടം തുടങ്ങാം. ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു സാധാ, അതായത് ഇഞ്ചിൻലെസ് ബാർജ് ഇവിടെയുണ്ട്. അതിലേക്ക് വലിയ സ്റ്റോണുകൾ കയറ്റി വെച്ചിരിക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. വലിയ സ്റ്റോണുകൾ കയറ്റി വെച്ചിട്ടുണ്ട്, അത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിലാണ് എപ്പോഴും ഞാനിവിടെ എത്തിച്ചേരാറ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് ഈ ലോറികളെല്ലാം നിരയായി നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് ബാർജ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ നിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്പ്ലിറ്റ് ബാർജിൽ ഉടൻ തന്നെ സ്റ്റോൺ നിറയ്ക്കുന്നതായിരിക്കും. ഒരു സ്പ്ലിറ്റ് ബാർജ് പോയിട്ടുണ്ട്. പിന്നെ ഈ ഇഞ്ചിൻലെസ് ബാർജിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് ഈ 2 ബോട്ടിലിവിടെ ഉണ്ട്. പിന്നെ ചെറുവള്ളങ്ങളും, ഫിഷർമാൻ്റെ ചെറുവള്ളങ്ങളും നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും. അടുത്ത് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. ലോറി നിൽക്കേണ്ട തൊട്ട് സൈഡിൽ നിന്ന് ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവിടെയെല്ലാം നിലവിൽ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റേഷൻ വർക്കിലോട്ട് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ എല്ലാം തീർന്നിരിക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. ആക്രോപോഡിൻ്റെ ക്രെയിന് ഏറ്റവും എൻഡ് പോർഷനിലുണ്ടോ, ഇവിടെയാണ് ആക്രോപോഡിൻ്റെ ക്രെയിൻ ഉള്ളത്. കാരണം ഇത്രയും പോർഷനിൽ ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ലോറികളെല്ലാം നിരയായിട്ട് സ്റ്റോണുമായിട്ട് എൻഡ് ഓൺ ഡംപിങ്ങിന് പോകുന്നതും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, 4, 5, 6 എക്സ്കവേറ്റർ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മൾ നേരെ കാണുന്നത് ഒരു ഇഞ്ചിൻലെസ് ബാർജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതവിടെ കാണാൻ സാധിക്കുന്നു. 2 ഇഞ്ചിൻലെസ് ബാർജ് ഇവിടെയുണ്ട്, 1 ഇവിടെയും. അങ്ങനെ 3 ഇഞ്ചിൻലെസ് ബാർജ് ഒരേ സമയവും 3 സ്പ്ലിറ്റ് ബാർജ് ഒരേ സമയവുമാണ് ബ്രേക്ക് വാട്ടറിന് 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മളിതാ ഈ ലോറികളിലായിട്ട് നമുക്ക് ആക്രോപോഡ് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. വളരെ ദൂരെയായിട്ട് ആക്രോപോഡ് നമുക്കിവിടെ ഉണ്ട്. ആക്രോപോഡിൻ്റെ ലോറികളും ഇതിൻ്റെ ഇടയിൽ കൂടി പോകുന്നുണ്ട്. അതും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും.
ഇതാണ് ബ്രേക്ക് വാട്ടർ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു അപ്ഡേഷൻ വീഡിയോ. ഇതാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഷെൻഹുവ 15 പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പോർട്ടിൻ്റെ ഉൾവശം ഇവിടെ നിന്ന് കുറച്ച് വ്യൂ കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് കണ്ടോ. ഇത് ബർത്തിൻ്റെ സൈഡിലെ വ്യൂ ആണ്. കുറച്ച് ഭാഗം മാത്രമേ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നുന്ന നമ്മളെ ഇ സീരീസും സി സീരീസും ഡി സീരീസുമായിട്ടുള്ള ക്യാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ നിരത്തി വെച്ചിരിക്കുന്നത് അതും വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ വിഴിഞ്ഞത്ത് ഏത് ഭാഗത്ത് വന്നാലും പോർട്ട് എന്ന് സൂചിപ്പിക്കുന്നതിനായി തലയുയർത്തി നിൽക്കുന്ന STS ക്രെയിനും 4 STS ക്രെയിനും നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതാണ് നമ്മളെ ഇന്നത്തെ ദിവസത്തെ അപ്ഡേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.